ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ഉപകാരമായിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒരു യൂട്യൂബർ ആണോ? നിങ്ങൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നമ്മുടെ ചാനലിലേക്ക് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പോൾ ഫേസ്ബുക്കിലും നമ്മുടെ വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടാണ് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് നമുക്ക് വ്യൂവും വാച്ച് അവറും കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടാകുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡയറക്റ്റ് യൂട്യൂബിലേക്ക് ആ വീഡിയോ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത് കൊടുത്തിരിക്കണം. അത് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു ബെനിഫിറ്റും കിട്ടൂല, നമുക്ക് വ്യൂ കൂടൂല, വാച്ച് അവറും കൂടൂല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഉദാഹരണമായിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഈ ഒരു വെഡിങ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അത് ഞാൻ ഷെയർ ചെയ്യാണ്, വാട്സപ്പിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഷെയർ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു വീഡിയോ കാണാം. കണ്ടോ? ഈ ഒരു വീഡിയോ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? വാട്സപ്പിൽ ഷെയർ ചെയ്ത വീഡിയോ ആണ്. നമുക്കത് ഡയറക്റ്റ് യൂട്യൂബിലേക്ക് പോയിട്ടില്ല. നമ്മൾ സാധാ വാട്സപ്പിൽ നിന്ന് കാണുന്ന പോലെ കാണുന്നേ ഉള്ളൂ. ഇതുകൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല, നമുക്ക് വ്യൂ കൂടൂല, വാച്ച് അവർ കൂടൂല. നമുക്ക് നമ്മൾ ചാനലിൽ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാകുമ്പോൾ നമുക്കത് വ്യൂ കൂടണം, അത് വാച്ച് അവറും കൂടണം. അതല്ലേ മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇതിപ്പം ബാക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഞാനിത് വൈറ്റ് സ്റ്റുഡിയോ എടുക്കുകയാണ്. വൈറ്റ് സ്റ്റുഡിയോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റ് സ്റ്റുഡിയോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർഫേസ് കാണും. കണ്ടന്റ് എന്നുള്ള ഇതിൽ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്ത വീഡിയോ എടുക്കുക. വെഡിങ് വീഡിയോ ഇതാണ് ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്തത്. അപ്പൊ മുകളിലായിട്ട് ഒരു പെൻസിലിന്റെ ചിഹ്നം കാണും. അതിൽ പ്രസ് ചെയ്യാം. അതിൽ പ്രസ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് കാണും ടാഗ്, ഷോർട്സ്, റീമിക്സ്, കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് എഴുതിയിട്ട് കാണും. അതിൽ പ്രസ് ചെയ്യാം. അതിൽ പ്രസ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് ഒരു ടിക്ക് മാർക്ക് കാണും. അലോ എംബഡി എന്ന് പറഞ്ഞിട്ടുള്ള ഇതില് ടിക്ക് മാർക്ക് കാണും. ആ ടിക്ക് മാർക്ക് നമ്മൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ഈ വീഡിയോ ഇതില് ടിക്ക് മാർക്ക് ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് വീഡിയോ ഒന്നുകിൽ ഇടുമ്പോ ചെയ്യാം, അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോ വൈറ്റ് സ്റ്റുഡിയോയിൽ കയറുക. ഞാൻ ഇപ്പൊ കാണിച്ച പോലെ പിന്നെ ആ പെൻസിലിന്റെ ചിഹ്നം എടുക്കുക, പ്രസ് ചെയ്യുക. ഈ അലോ എംബഡിങ് എന്നുള്ള ഈ ഒരു ടിക്ക് മാർക്ക് ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ബാക്ക് എടുക്കുക. എന്നിട്ട് സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചിഹ്നം കാണും. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിത് ബാക്ക് എടുക്കുക. എന്നിട്ട് ഈ ഒരു ഒന്നുകൂടി ഞാൻ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാണ്. ആ വീഡിയോ ഞാൻ ഒന്നുകൂടി വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാണ്. ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ഈ വീഡിയോ
ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തിട്ടുള്ള ഈ വീഡിയോ ഞാൻ പ്രസ് ചെയ്യാൻ പോവാണ്. ആ വീഡിയോ പ്രസ് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. കണ്ടോ, ഡയറക്റ്റ് നമ്മളെ യൂട്യൂബിലേക്കാണ് പോയത്. ഇങ്ങനെ ഈ ഹലോ എംബഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ ടിക്ക് മാർക്ക് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇതിലും നിങ്ങളുടെ ചാനലിൽ ഗ്രോ ആവൂല്ല. ഇപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്. ഫസ്റ്റ് ഇട്ട വീഡിയോയിലൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അഥവാ പഴയ വീഡിയോ യൂട്യൂബർ ആണെങ്കിൽ പോലും ഇത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ഇതൊന്നുണ്ടാവില്ല. നമ്മളൊരു ചാനല് ഷെയർ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ചാനലിൽ ഇട്ട വീഡിയോ ഗ്രോ ആയി പോണം, നമുക്ക് വാച്ച് അവർ കൂടണം, വ്യൂസ് കൂടണം, അതില് വരുമാനം കിട്ടും വേണം. ഇതല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മളായ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വീഡിയോ നമ്മൾ എന്തായാലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കില് വാട്സപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് തന്നെയാണ് അപൂർവമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഗ്രോ ആയി പോകുന്നത്. അങ്ങനല്ലേ നമ്മൾ കൂടുതൽ ചെയ്യുക. യൂട്യൂബിൽ നിന്ന് നമ്മൾ തുടക്കത്തിലുള്ള യൂട്യൂബർ ഒന്നും ആണെങ്കിൽ നമുക്കത് വാച്ച് ഓവറൊന്നും കിട്ടിയെന്ന് വരില്ല, വാച്ച് ഓവറും സബൊന്നും കിട്ടിയെന്ന് വരില്ല. ഞാൻ പുതിയതായിട്ട് ഇപ്പൊ തുടങ്ങിയിട്ട് ആ രണ്ടാഴ്ച ഒരു മാസം ആവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്കത് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഉപകാരമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. These brothers my guys, know that we fly, know that they ride or die.